വാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നാളെ മഹ്ശറയിൽ ചെല്ലുമ്പോൾ നിന്റെ യുവത്വം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന വളരെ കർക്കശമുള്ളൊരു ചോദ്യമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വാൻ ശബാബിഹി ഫീമ അബ്ലാഹ്, നിന്റെ യുവത്വം നീ എന്തിന് ചെലവഴിച്ചടോ എന്ന് ചോദിക്കുമ്പോൾ പടച്ചവനെ, ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ദുരന്തത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് വീട് നൽകാൻ ഞങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ന് വയനാട് ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ തറക്കല്ലിടൽ നടക്കുകയാണ്. അതോടൊപ്പം സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ സ്ഥലമെടുപ്പ് പോലും പൂർത്തീകരിച്ചിട്ടില്ല. ആ സമയത്താണ് ഒരു കൊച്ചു ചാരിറ്റി സംഘടന HIF എന്ന് പറയുന്ന സംഘം ഇന്ന് താക്കോൽ ദാനത്തിനുള്ള വീടിനുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്ന ഈ മീറ്റിംഗിൽ ഇരിക്കുന്നത്. അത് എത്ര വന്നതോ വൃദ്ധന്മാരല്ല, പണ്ഡിതന്മാരല്ല, വലിയ താടിയും തലപ്പാവൊക്കെ ധരിച്ച് സമൂഹത്തിൽ വലിയ ആളുകളല്ല, ചെറുപ്പക്കാർ, വളരെ ചെറുപ്പക്കാർ, ജീവിതത്തിന്റെ ത്രസിപ്പിക്കുന്ന സമയം, ഏതിലേക്കും നീങ്ങാൻ പറ്റുന്ന, സമ്പത്ത് എങ്ങോട്ടും തീർക്കാൻ പറ്റുന്ന, അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിൽ ഇങ്ങനെ സാധുക്കളെ കാണുകയും. ഏറ്റവും പ്രിയമുള്ള HIF-ന്റെ പ്രവർത്തകർ, അതുപോലെ തന്നെ ചൂരൽമലയിലെ ദുരന്തം അനുഭവിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, സുഹൃത്തുക്കളെ, ഉസ്താദുമാരെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ദുനിയാവിലെ എല്ലാ സ്ഥലത്തും വരാറുണ്ട്. അതിലേറ്റവും വലിയ വളരെ ദുഃഖം ഉള്ള, നമ്മെ എല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്തിയ ഒരു ദുരന്തമായിരുന്നു വയനാട് ജില്ലയിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും സംഭവിച്ചത്. ആ സംഭവം ഉണ്ടായ പിറ്റേ ദിവസം മുതൽ HIF-ന്റെ ഈ പ്രവർത്തകർ മംഗലാപുരത്ത് നിന്ന് നൂറുകണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള വയനാട് ജില്ലയിൽ വരികയും അങ്ങനെ ദുരന്തബാധിതരെ പരമാവധി കാണുകയും ഒക്കെ ചെയ്ത് അവർക്ക് വേണ്ടി ഇപ്പം 5 വീടുകൾ വയനാട് ജില്ലയിൽ ഇപ്പം നിർമ്മിച്ചു. ആ 5 വീടിന് അർഹതപ്പെട്ട ആളുകളെ ഗവൺമെൻറ്റിൽ നിന്ന് യാതൊരു സഹായവും കിട്ടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത, എന്നാൽ ഗവൺമെൻറ് നിർബന്ധമായി മാറി താമസിക്കണം എന്ന് നിഷ്കർഷിച്ച, നിർബന്ധമായി പറഞ്ഞ 5 കുടുംബങ്ങൾ, ആ 5 കുടുംബങ്ങളെ അവരിവിടെ വരികയും അവരെ നേരിട്ട് HIF-ന്റെ പ്രവർത്തകർ കാണുകയും അവരിൽ നിന്ന് കംപ്ലീറ്റ് ഡാറ്റ, അവരുടെ എല്ലാ വിവരങ്ങളും ശേഖരിക്കുകയും ചെയ്ത് ഇൻഷാ അള്ളാ ഈ മാസം 30-ന് മുമ്പ് അല്ലെങ്കിൽ 30-നോടനുബന്ധിച്ച ദിവസം അവർക്ക് താക്കോൽ കൈമാറാനാണ് ഇപ്പോൾ നമ്മുടെ HIF-ന്റെ പ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള ആളുകൾ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് അതൊരു തണലും അതുപോലെ തന്നെ സഹായവും ആകുന്നത്. ഇന്ന് ഇവിടുന്ന് ഈ സഹായത്തിന് അർഹരായ വീട് നൽകിയ ആളുകൾ സംസാരിച്ചപ്പോൾ അവരുടെ കണ്ടമിടറിക്കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുകൊണ്ടാണ് അവർ HIF-ന്റെ പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞത്. അത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നു. എന്നാൽ പിന്നെ 10ഉം 15ഉം 20ഉം 20-ലധികവും അംഗങ്ങൾ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവരാണ് ഇവിടെ ഇരിക്കുന്ന കുടുംബങ്ങൾ. ഈ ഓരോ കുടുംബത്തിൽ നിന്നും ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു വലിയ ഭയാനകമായ ഒരു അദാബ്, ആ അദാബിന് മുമ്പിൽ നമ്മൾ ക്ഷമിക്കല്ലാതെ യാതൊരു നിവൃത്തിയില്ല. നമുക്കെല്ലാവർക്കും ദുആ ചെയ്യാനുള്ളത്, ഇതുപോലത്തെ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മുടെ നാടിനെയും പ്രദേശത്തെയും നമ്മുടെ സമുദായത്തെയും സമൂഹത്തെയും ഒക്കെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇതുപോലൊരു ദുരന്തം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേൾക്കാൻ പോലും സാധ്യമല്ല. അത്രയും വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചത്. എന്നാൽ അവിടെ ഏകദേശം 1200-ഓളം ആളുകൾ മാറി താമസിക്കണം, നിർബന്ധമായും മാറി താമസിക്കണം. വീട് പോയിട്ടില്ലെങ്കിലും അടുത്തൊരു മഴക്കാലത്ത് എന്ത് സംഭവിക്കുമെന്നറിയില്ല. അതുകൊണ്ട് വീട് മാറി താമസിക്കണമെന്ന് ഗവൺമെൻറ് നിർദ്ദേശിച്ച, നിർബന്ധമായും മാറണമെന്ന് പറഞ്ഞ ആളുകളിൽപ്പെട്ട 5 കുടുംബത്തിനാണ് ഇന്ന് നമ്മൾ വീട് നൽകിയിട്ടുള്ളത്. HIF-ന്റെ ഈ പ്രവർത്തകർ അവർ ഒരുപാട് വീടുകൾ, 29ഓളം വീടുകൾ മംഗലാപുരം പ്രദേശത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഈ വീടുണ്ടാക്കിയത്. അപ്പോൾ അയ്യോ, ಕಲ್ಪಟ್ಟತ್ಲು ಚೂರಲ್ಮಲೆಯಲ್ಲಿ ಈ ಇನ್ಸಿಡೆಂಟ್ ಆಯ ಜಾಗ ಕಲ್ಪಟ್ಟತ್ಲುಲ್ಲ. അപ്പോൾ ಊಡೆ ನಂಗೆ ಬಂತು ಇದು 4ಾಮത്തെ ವಿಸಿಟ್ ಐತಿಕ್ರೆ HIF. അപ്പോൾ HIF ಬಂತು അങ്ങനെല്ലാവരുടെ ഡാറ്റ ഞങ്ങൾ കളക്ട് ആക്കിയത് ഞങ്ങൾ ലെഫ്റ്റ് സൈഡിൽ അങ്ങ് തെച്ചിരാറ്. ഞങ്ങൾ ഐഡന്റിറ്റി ഞങ്ങൾ കോൺഫിഡൻഷ്യൽ വയ്ക്കിற ആർക്കും ഞങ്ങൾ റിവീൽ ആക്കില്ല ഇൻഷാല്ല. അതേ പ്രോಮಿಸ್ ഞങ്ങൾ ಅಂಕ ಹಾಕಿರ നിങ്ങൾ ಐಡೆಂಟಿಟಿ ಚೆನ್ನಂಗೆ ಅದು ನಂಗೆ ಅಂಕ ಹಾಕಿಯೋ ಹೆಲ್ಪ್ ಎಂದಲ್ಲ, ಹಂಗೆ ಡಿಸರ್ವ್ ಐತಿಕ್ರಾರು, ಹಂಗೆ ಎಲ್ಲರೂ ಸೈಡ್ಲಿ ತೆರೆഞ്ഞെടുത്തಂಗೆ ಐತಿಕ್ರಾರು.
അതിലിപ്പോൾ അയാൾ ചെല്ലുമ്പൊത്തുക അയാൾ ವೈಬ್ರೇಟ್ ಆಯ್ತು ಅಯ್ಲು ಬೆರ್ತಿತ್ತು ಬುಲ್ಪುಟ್ಟು ಚೆಂತು ನಂಗೆ ಕುಟುಂಬಕ್ಕೆ ಜಂಡೆಕ್ಕರ ಜಾಗ ಇತ್ತು ನಂಗೆಲ್ಲ ಜಂಡೆಕ್ಕರ ಜಾಗೆ ಪೊಯ್ತು ಚೆಂತು ಬಾರಿ ಬೇಜಾರ್ಲು ಚೆಂತು ನಂಗೆ ನಲ್ಲೋ ಸೌಕರ್ಯ ಅಂತೆ ಅದ್ರಲ್ಲಿ ಒರಾಳು ಅವ 3-4 ಮುಂದಲ್ಲಿ ಈ ಇನ್ಸಿಡೆಂಟ್ ಅವರು 3-4 ಮುಂದಲ್ಲಿ ஒரு ചെറിയൊരു ചായത്തോರು ഒരു ಅಂಗಡಿ ಹಾಕಿ ತಿಂತು ಅಯ್ಯಲ್ಲ ಚಾಯತ್ ಅಂಗಡಿ ಒಟ್ಟಿಗೆ ಅಯ್ಯಲ್ ಪೊಯ್ತು ಅಲ್ಹಮ್ದುಲಿಲ್ಲ ಅಯ್ಯಲ್ ಬಚವಾಯ್ತು ಬಂತ ಅಯ್ಯಲ್ಲ ಕಿಡ ಅಯ್ಯಲ್ಲ ಮೋಣು ಬಚವಾಯ್ತು ಬಂತು മുത്തലിം പഠിക്കുന്ന ചെറുക്കായിട്ടിക്കറ് അപ്പോൾ ഇങ്ങനത്തെ ഫാമിലിയോ ഞങ്ങൾ തിരഞ്ഞെടുത്തിക്കറ് ഈ 5 ആളോ ഷോർട്ട് ലിസ്റ്റ് ആക്കിരോ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും പിടിക്കും നാസിർ മനോക്ക് ഞങ്ങൾക്ക് ഒരു ജാഗ തന്ന് അതേപോലെ ഷഫീഖ് ബൈರ ತ್ರೂಲು ഞങ്ങൾ ഇവിടെ വന്ന പിന്നെ ഞങ്ങൾ ಅನಸ್ ಬೈ ഞങ്ങൾ ಈ ಕನ್ಸ್ಟ್ರಕ್ಷನ್ ನೋಕರೋ ಅಲೆಗ್ರೋ ಇದ್ರೋ ಪ್ರೈವೇಟ್ ಲಿಮಿಟೆಡ್ರೋ ಅನಸ್ ಬೈ ഞങ്ങളൊട്ടിക്കൊണ്ടു പിന്നെ വസ്താദ് ഡേ 1 വരെ പിടിച്ചിട്ട് ഞങ്ങളൊട്ടിಗೆ ഞങ്ങൾക്ക് ഗൈഡ് ആക്കി ഉണ്ടും ഞങ്ങൾക്ക് കൊടുത്ത ലോക്കൽസിൽ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിലും പിന്നെ ಬೇರೆ ഞങ്ങൾക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് ಖಾಲಿ ಕಾಸು ಕೊಡ್ತೇನೆ ಹಂಗೆ ಪಣಿಯಾವಿಲ್ಲ ಗ್ರೌಂಡ್ ಸಪೋರ್ಟ್ ವೆರಿ ಇಂಪಾರ್ಟೆಂಟ್ ಐತಿಕ್ರಿ അപ്പോൾ ഗ്രൗണ്ട് സപ്പോർട്ട് നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് അൽഹംദുലില്ലാ ഇത്രത്തോളം കിട്ടിയത് ഇൻഷാ അല്ലാ ഈ HAF ഈ കൊടുക്കുന്ന ജാഗ ഡിസർവ് ആൾമാർക്ക് ഞങ്ങൾ കൊടുക്കാണ്ട് നിങ്ങൾ നമ്പിത്ത് ഞങ്ങൾക്ക് കാശ് തന്നറാറ് ഇൻഷാ അല്ലാ അത് ഡിസർവ് ആൾമാർക്ക് എത്തുവാട്ടി ഉണ്ടുള്ള നിങ്ങൾ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ആക്കുറോ ഇൻഷാ അല്ലാ ഇതിൽ കുറേ മക്കുള്ളാറ് കുറേ അങ്ങ് സെക്കൻഡ് PUC പഠിക്കിറങ്ങ ಬೇರೆ ಬೇರೆ ಮುತ್ತಲಿಂ പഠിക്കിರೋ ചെറുക്കുള്ള അതേപോലെ 2-3 പെൺമക്കുള്ളാർ ചെറിയോ அப்போ நீங்கள் அங்கே எந்த எஜுகேஷன்லி சப்போர்ட் ஆக்குறாரு மாரலி சப்போர்ட் ஆக்குறாரு நீங்கள் மோட்டிவேட் ஆக்குறாரு நீங்கள் எந்த கிஃப்ட்ஸ் கடுத்துறாருಂಟಾಗಿ HAF ಆಲ್ವೇಸ್ നിങ്ങൾക്ക് വെൽക്കം ആക്കി ഉണ്ടുണ്ട് ഇൻഷാ അല്ലാ ഈ ജേർണിയിൽ ഞങ്ങൾ നിങ്ങളൊട്ടിക്ക് ഉള്ള ചെന്ന് ഞങ്ങൾക്ക് ചെല്ലുമ്പോൾ എൻ്റെ ഉമ്മമാർ ചുമ്മ കണ്ണിൽ തണ്ണി എടുത്താറ് ഇൻഷാ അല്ലാ ഞങ്ങളെ കണ്ണ് വർഷ പണി ഞങ്ങൾ ആക്കിയിട്ടുള്ള നിങ്ങൾ ഞങ്ങളൊട്ടിക്ക് കൂടെ ഒരു റിക്വസ്റ്റ് ആക്കിയിട്ടുള്ള ജസാക്കല്ലാഹു ഖൈർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ചാരിറ്റി രംഗത്ത് വളരെ സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്ത് വർഷങ്ങൾ പിന്നിടുന്ന HAF-ൻ്റെ ഭാരവാഹികളാണ് ഇവിടെ വന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് വയനാട് ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ തറക്കല്ലിടൽ നടക്കുകയാണ്. അതോടൊപ്പം സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ സ്ഥലമെടുപ്പ് പോലും പൂർത്തീകരിച്ചിട്ടില്ല. ആ സമയത്താണ് ഒരു കൊച്ചു ചാരിറ്റി സംഘടന HAF എന്ന് പറഞ്ഞ സംഘം ഇന്ന് താക്കോൽ ദാനത്തിനുള്ള വീടിനുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്ന ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്നത്. അത് എത്രമേൽ സന്തോഷകരമായ കാര്യമാണ്. സർക്കാർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൻ്റെ ഭരണമുള്ളവർ സ്ഥലം പോലും എടുത്ത് തീരുമാനമായിട്ടില്ല. വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികളും വലിയ വലിയ സംഘടനകളും കോടികൾ പിരിച്ച ആളുകൾ പോലും ഇന്നും കുറ്റിയടിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. സത്യത്തിൽ ഇന്ന് 5 വീട് എന്ന് പറഞ്ഞാൽ അത് 1 ലക്ഷത്തോളം അല്ലെങ്കിൽ 50,000-ന് മുകളിൽ വലിയൊരു സംഖ്യയാണ്. ഇവരെ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് തോന്നുമ്പോൾ നേരത്തെ റിസ്വാൻ ഭായ് സംസാരിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് 50 ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ HAF-നെ എങ്ങനെ ആളുകൾ കാണുന്നു, എങ്ങനെ വിശ്വാസത്തിലെടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം ഇങ്ങനെ കൃത്യമായി ഡാറ്റകൾ ശേഖരിച്ച് അതും ആളുകളുടെ മാനവും അഭിമാനവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അവർ ആ കാര്യം ചെയ്യുന്നു എന്ന് പറയും. അതുകൊണ്ടാണ് ആളുകൾ വിശ്വസിച്ച് കാശ് ഏൽപ്പിക്കുന്നത്. ഇങ്ങനെ ദീനീ സേവന രംഗത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഭൂമിയിൽ ഒരാൾക്കൊരു വീട് വെച്ചാൽ സ്വർഗത്തിൽ എനിക്കൊരു വീട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന അങ്ങനെയുള്ള ചെറുപ്പക്കാർ ദീനിന്റെ തണലാണ്, അഭിമാനമാണ്, ഇസ്ലാം വിഭാവന ചെയ്യുന്ന യുവ തലമുറയാണ് ഇവര്. HAF-ന്റെ സേവനത്തെ ഞാൻ ശ്ലാഘിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അന്നും ഈ കാര്യം ഞാൻ മനസ്സിലാക്കി. ഞാൻ ഇവരെങ്ങനെ കണ്ടപ്പോൾ, കുറെ ചെറുപ്പക്കാർ ഈ വിഷയത്തിൽ ഇങ്ങനെ ഇടപെടുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായി. പല ചാരിറ്റി സംഘടനകളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്, അവരോടൊപ്പം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, പല വീടുകളും പല ആളുകൾക്ക് സഹായം എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഏതാനും ചെറുപ്പക്കാർ അത് അങ്ങകലെ കേരളത്തിന്റെ അങ്ങേ അറ്റത്ത് മംഗലാപുരത്ത് നിന്ന് ബാംഗ്ലൂർ മംഗലാപുരമൊക്കെ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ടീം വയനാട് ജില്ല എന്ന് പറയുന്ന ഈ ചെറിയ ജില്ലയിൽ വരികയും ഇത് പഠിക്കുകയും ഇത് മനസ്സിലാക്കുകയും ചെയ്ത് ഇങ്ങനൊരു സേവനം ചെയ്തതിൽ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. HAF-ന്റെ പ്രവർത്തകരെ അവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ നിലക്കും ആളുകൾ വിശ്വാസത്തിലെടുത്ത് ഇനിയും ആളുകൾ ലക്ഷക്കണക്കിന് രൂപ ഇവരെ ഏൽപ്പിക്കും. കാരണം ഇവർ സമയബന്ധിതമായി നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ വലിയ അതോറിറ്റി എല്ലാം ആലോചിക്കുന്ന സമയത്ത് താക്കോൽ ദാനത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഈ രീതിയിലേക്ക് HAF എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ കൃത്യതയും അവരുടെ വ്യക്തതയും അവരെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ അവർ കാണിക്കുന്ന കണിശതയുമാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. ഞാൻ HAF-ന്റെ പ്രവർത്തകരെ അവരെ വിശ്വസിച്ച് സാമ്പത്തികം ഏൽപ്പിക്കുന്നവരെ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. വയനാട് ജില്ലയിൽ അവർ വരികയും നിങ്ങൾ കൊടുത്ത സംഖ്യ അണുകിട മാറാതെ 5 പൈസ വ്യത്യാസപ്പെടാതെ കൃത്യമായി അർഹതപ്പെട്ട ആളുകളുടെ കരങ്ങളിലേക്ക് അവരിതാ എത്തിച്ചിരിക്കുന്നു. ആർക്ക് കൊടുക്കണമെന്ന് കൃത്യമായി അവർ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നതോടൊപ്പം അവർക്ക് കാശ് കൊടുത്ത റിക്ഷാ വണ്ടിക്കാരൻ മുതൽ അങ്ങ് രാജ്യത്തിന്റെ അതിർത്തിയാക്കുന്ന സൈന്യങ്ങൾ വരെ ഉണ്ടാവും. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും, കഷ്ടപ്പെടുന്നവരും സുഖത്തിൽ ജീവിക്കുന്നവരുണ്ടാവും. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു.